ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ അലീനയെ വളരെ കുറ്റപ്പെടുത്തി, അതായത് നീ അങ്ങനെ ഇവളെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട, നീ ആരാ, ടീച്ചറാണോ ഇതൊക്കെ പഠിപ്പിക്കാൻ, നീ എന്ത് പഠിച്ചിട്ടാണ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് പോകാൻ നേരത്ത് നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇത് അസൂയാണോ കുശുമ്പാണോ അതോ കുത്തിത്തിരിപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ വൈജ് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, ഇവളുടെ ക്വാളിഫിക്കേഷൻ എന്താ, കിടപ്പ് രോഗികളുടെ മലവും മൂത്രം എടുക്കാൻ അറിയാം, അതല്ലേ ഇവളുടെ ക്വാളിഫിക്കേഷൻ, അത് വെച്ചുകൊണ്ടാണോ നിന്നെ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഇകഴ്ത്തി സംസാരിക്കട്ടോ, താഴ്ത്തി കെട്ടി സംസാരിക്കണം. അപ്പം അലീന അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നത് അത്ര മോശം ജോലിയൊന്നുമല്ല, മാഡത്തിന് അറിയാഞ്ഞിട്ടാണ്, ഏറ്റവും മഹത്തായ ജോലിയാണത്. അത് എല്ലാവർക്കും ചെയ്യാനൊന്നും പറ്റത്തില്ല, അതിന് കുറച്ച് സ്നേഹവും നന്മയും അതുപോലെ കരുണയും ഒക്കെ വേണം. അവരെ ശുശ്രൂഷിക്കുന്നത് ഏറ്റവും മഹത്തായ ജോലിയാണ്, മദർ തെരേസ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണത്, അതിന് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ. അലീന അങ്ങനെ പോയതിനു ശേഷം കൃഷ്ണമോള് വൈജയുടെ അടുത്തേക്ക് വരിക കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഇപ്പം എങ്ങനെ ഇരിക്കണ, കിട്ടിയല്ലോ, വയറ് നിറച്ച് കിട്ടിയല്ലോ എന്ന് പറയണം, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ കയറി വാങ്ങിക്കാൻ എന്ന് പറയണം. അലീന ചേച്ചി വന്ന ആദ്യ ദിവസം തന്നെ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ ആളറിഞ്ഞ് പെരുമാറണമെന്ന്, അമ്മ ഇതുവരെ അത് പഠിച്ചില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അവിടെ നിന്ന് പോവുക കേട്ടോ. വൈജയ്ക്കാണെങ്കിൽ ആകെ എന്തോ പോലെ ആവുകയാണ്. അങ്ങനെ വൈജയും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത്ത് കോളേജ് കഴിഞ്ഞ് വരുന്നത് കേട്ടോ. ആ സമയത്ത് ഹരിയുടെ ബൈക്ക് കണ്ട് സംശയത്തോടെ നോക്കുകയാണ്. ആ സമയത്ത് ഹരിയെ കാണുകയാണ്. ഡാ നീ ഇവിടെ ഉണ്ടായിരുന്നു, നീ എപ്പോൾ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് രോഹിത്ത് ഹരിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് വന്നു എന്ന് പറയും കേട്ടോ. ആ സമയം മുതൽ നീ ഇവിടെ തന്നെ ഇരുന്ന് ബോറടിച്ചില്ലേ എന്ന് ചോദിക്കുക കേട്ടോ രോഹിത്ത്. ഏയ് അലീന ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണേ. എടാ എന്നിട്ട് നീ അവളോട് സംസാരിച്ചോ? സംസാരിച്ചു, അവൾ അതിന് എപ്പോഴും മുത്തശ്ശിയുടെ കൂടെയല്ലേ. അല്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ അവൾ എൻ്റെ അടുത്തേക്ക് വരും, മുത്തശ്ശിയുടെ അടുത്ത് നിന്നൊക്കെ സ്കൂട്ടാവും. പിന്നെ ഞാൻ അവളോട് വിളിച്ച് ചോദിച്ചിട്ടാണ് വന്നത്. അവൾ പറഞ്ഞു ആരുമില്ല, ഇങ്ങോട്ടേക്ക് വന്നോളാൻ. പിന്നെ ഞങ്ങൾ ഇത്തിരി നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, അവൾ എനിക്ക് ചായ ഇട്ടുന്നു, പിന്നെ നിൻ്റെ റൂമിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു എന്ന് പറയട്ടോ. എടാ ഒന്ന് തെളിച്ച് പറയടാന്ന് പറയുമ്പം, ഏയ് വേറെ ഒന്നുമില്ലടാ, നിൻ്റെ റൂമിൽ ഇച്ചിരി നേരം ഒന്ന് പോയി സ്പെൻഡ് ചെയ്തു, ഒന്ന് ഹഗ് ചെയ്തു, ഒന്ന് കിസ് ചെയ്തു, അത്ര തന്നെ. അപ്പോഴേക്ക് ആ കിളവി അവിടെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത് കാരണം ഒന്നിലൊരു കോൺസെൻട്രേഷൻ കിട്ടിയില്ല. ഇനി എന്താ നിൻ്റെ പ്ലാൻ? ഞാൻ ഇന്നിവിടെ സ്റ്റേ ആണ്, വാ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഹരി രോഹിത്തിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കുന്നതും ഹരിയും രോഹിത്തിനെയും തന്നെയാണ്. അവർ റൂമിലിരുന്ന് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, നീ കൊല്ലപ്പള്ളിയിൽ പറഞ്ഞിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അതിനൊരു ഫോൺ കോളിൻ്റെ ആവശ്യമില്ലേ ഉള്ളൂ എന്ന് പറയണം. എന്നാലും എന്താണ് ഇവിടെ തങ്ങാൻ കാരണം, എന്താണ് നിൻ്റെ ദുരുദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് പോടാ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വരുമെന്ന് എന്ന് പറഞ്ഞിട്ട് ഹരി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കഥ കടക്കുകയാണേ. എന്നിട്ട് ഹരി പോക്കറ്റിൽ നിന്ന് ആ ഗോൾഡ് റിങ് എടുത്തിട്ട് രോഹിത്തിനെ കാണിക്കാം കേട്ടോ. ഇതെന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഇതെന്താടാ, എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് 3 ഗ്രാം വരും, ഏകദേശം 25,000 രൂപ. ഇതെന്തിനാടാ, അത് ആർക്ക് കൊടുക്കാനാന്ന് ചോദിക്കുമ്പോൾ, അലീനയ്ക്ക് കൊടുത്തേക്കാം, അവളൊരു പാവല്ലേ എന്ന് ചോദിക്കുകയാണേ. അലീനയ്ക്ക് എന്തിനാടാ ഇതൊക്കെ കൊടുക്കുന്നത്? എടാ അവളൊരു പാവല്ലേ, അവൾക്ക് കൊടുത്തേക്കാം എന്ന് പറയുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, അതിന് അലീന ഇത് വാങ്ങിക്കുമെന്ന് ചോദിക്കുകയാണ്. എടാ ഏത് പെണ്ണാടാ സ്വർണം കണ്ടാൽ വാങ്ങിക്കാത്തത്, അവൾ വാങ്ങിക്കും എന്ന് പറയാട്ടോ. എനിക്ക് തോന്നുന്നില്ല അവൾ വാങ്ങിക്കുന്നു എന്ന് പറയാട്ടോ ഹരിയോട് രോഹിത്. നിനക്കെന്താ ഭ്രാന്താണോ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താലേ നമുക്കും എന്തെങ്കിലുമൊക്കെ തിരിച്ച് കിട്ടുള്ളൂ എന്ന് പറയട്ടോ. നമുക്ക് എന്ത് കിട്ടാൻ, തിരിച്ച് എന്ത് കിട്ടാൻ എന്ന് ചോദിക്കുമ്പോൾ, സ്നേഹം, അലിവ്, കരുണ, അതുപോലെ അഫെക്ഷൻ, അട്രാക്ഷൻ ഒക്കെ നമുക്ക് കിട്ടണം. ഓ അങ്ങനെ എന്ന് പറയട്ടോ രോഹിത്. അപ്പോൾ ഇത് എപ്പോൾ കൊടുക്കാനാണ് നീ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഫോണിലൂടെ ഞങ്ങൾ വിളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അതൊക്കെ ലോക്ക്ഡ് പ്രോഗ്രാം എന്ന് പറയാട്ടോ. ഇതൊക്കെ വലിയ കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് പറയുമ്പോൾ, ഒന്ന് പോടാ അവിടുന്ന്, ഏത് പെണ്ണുങ്ങളാടാ സ്വർണം കണ്ടാൽ വേണ്ടാന്ന് പറയാ എന്ന് പറയാട്ടോ ഹരി. എനിക്ക് തോന്നുന്നില്ല ഏത് പെണ്ണുങ്ങളെപ്പോലെയും അലീന ആണെന്ന്, ഇത് അലീന വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് അവളോട് ഇത്തിരി റെസ്പെക്റ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയാട്ടോ ഹരി. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എടാ അവൾ ആരാ, വെറും ഒരു അനാഥ, ആരും ഇല്ലാത്തവൾ. അവളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷിക്കുന്ന ആരാ, നമ്മൾ, അതായത് അവളുടെ ലോക്കൽ ഗാർഡിയൻസ് നമ്മളാണ്. അപ്പം നമ്മൾ പറയുന്നത് അവൾ കേൾക്കണം, എന്നാലേ അവൾക്ക് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ അവളുടെ ജീവിതം കോഞ്ഞാട്ടിയായി പോകുമെന്ന് ഹരി പറയാട്ടോ. ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ രോഹിത്ത്. ആ സമയം ഹരി പുറകിലേക്ക് ഇങ്ങനെ പോയിട്ട് രോഹിത്തിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ രോഹിത്തിനോട് ഹരി പറയുന്നുണ്ട്, എടാ അവൾ ആരാ, ഒരു അനാഥയല്ലേ, അവൾ വല്ല പ്രൈം മിനിസ്റ്റർ എങ്ങാനും ആവോ, ഇനി പോട്ടെ IAS പഠിച്ചവൾ വല്ല കലക്ടർ ആവോ, ഇനി അതും പോട്ടെ, ഇനി ഒരു പ്യൂണിൻ്റെ കല്യാണാലോചനയെങ്കിലും അവൾക്ക് വരുമോ, ഇല്ലല്ലോ. അപ്പോൾ
അവളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇങ്ങനെ നമ്മളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ജോലിക്ക് നിന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സഹായത്താലൊക്കെ അല്ലേ അവളുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് രോഹിത് പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ ശരിയാണ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അവൾക്ക് പിന്നെ വേറെ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? അപ്പം നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെ സ്നേഹം, കരുതൽ, പിന്നെ നമ്മൾ പെടപെടയ്ക്കുന്ന അഞ്ഞൂറൻസൊക്കെ കൊടുക്കില്ലേ, അതൊക്കെയാണ് അവൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അല്ലാതെ വീട്ടുജോലിക്കാരി പ്രൊമോഷൻ കിട്ടി എന്നെങ്കിലും വില്ലേജ് ഓഫീസറായിട്ട് നീ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഹരി. പെട്ടെന്ന് രോഹിത് എഴുന്നേറ്റിട്ട്, എടാ എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു, എങ്ങനെ സാധിക്കുന്നട എന്ന് ചോദിക്കുക കേട്ടോ രോഹിത്. എടാ അതിനാദ്യം ചങ്കുറപ്പ് വേണം, അത് നിനക്കില്ല. ഇന്ന് രാത്രി ഞാനും അലീനയും ഒന്നിച്ചാണെന്ന് കേൾക്കുമ്പോഴേ നിന്റെ മുട്ടുകാല് വിറയ്ക്കുന്നില്ലേ, അതാണ് കുഴപ്പം എന്ന് പറയാട്ടോ. എടാ ഈ പെണ്ണുങ്ങൾക്ക് കൊണ്ട് വികാരങ്ങളും വിചാരങ്ങളൊക്കെ നമ്മൾക്കുള്ളതുപോലെ തന്നെ എല്ലാ വികാരങ്ങളും അവർക്കും ഉണ്ട്. ഈ ലോകത്ത് ആകെ 2 വർഗമേ ഉള്ളൂ, ആണും പെണ്ണും, പെണ്ണും ആണും. എന്തിനാ അവരെ സൃഷ്ടിച്ചേക്കുന്നത്? സെക്സ് ഉദ്ദേശിച്ച് മാത്രമാണ് അവരെ സൃഷ്ടിച്ചേക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഹരി വലിയ തത്വശാസ്ത്രം പറയാൻ നോക്കുക കേട്ടോ. ഫ്രോയിഡ് എന്താ പറഞ്ഞേക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എന്താ പറഞ്ഞേക്കുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് ഹരിക്ക് ദേഷ്യം വരികയാണ്. എടാ മോനെ, ഞാനൊരു സൂത്രം പറഞ്ഞു തരാം, നീ വേണമെങ്കിൽ കേൾക്ക്. നീ ഒരു കാര്യം ചെയ്യുക, അവളെ നിൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു ദിവസം നീ കോളേജ് കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരണം, തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കണം. അപ്പോൾ അലീന വന്നിട്ട് ചോദിക്കുമ്പോൾ ബാം പുരട്ടി തരാൻ പറയണം. അങ്ങനെ ആ ബാം പുരട്ടി തരുന്ന സമയത്ത് ആ കയ്യിൽ കയറി ഉമ്മ വെച്ചേക്കണം എന്ന് പറയണം. സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ മതി, പിന്നെ കുറച്ച് സെൻറ്റിമെൻ്റലായിട്ട് നിൻ്റെ അമ്മ പോലും ഇങ്ങനെ കെയർ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണം. പിന്നെ ഇടയ്ക്ക് മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് അവൾ നിൻ്റെ അടുത്തേക്ക് ഓടി വന്നോളും, നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നോളും എന്നൊക്കെ പറയാട്ടോ. പിന്നെ നിന്നോട് അവൾ കൂട്ടായിക്കോളും, സെറ്റായിക്കോളും, പിന്നെ നിൻ്റെ കാര്യം രക്ഷപ്പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉടായിപ്പ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ രോഹിത്തിന് ഹരി. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, നീ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നിൻ്റെ വെറും തള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അലീനയുടെ മുഖത്ത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് കാര്യം പറയുന്നതും അളന്ന് തൂക്കിയും ഒക്കെയാണ്. എന്ത് കാര്യം പറയുമ്പോഴും അത് ആ പെർഫെക്റ്റാണ്. നോട്ടവും ചിരിയും അതുപോലെ സംസാരവും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ്. അല്ലാതെ ഇങ്ങനെയുള്ളൊരു സിഗ്നൽ പോലും അലീനയുടെ മുഖത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് നീ വെറും തള്ളു പറയുന്നതാണ്. അതുകൊണ്ട് നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത് പറയാട്ടോ. അലീന എക്സ്ട്രാ ഡീസൻ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും വർക്കൗട്ട് ആവും എന്നുള്ളത്. നീ വെറുതെ ഇതിന് സമയം കളയാണ് എന്നൊക്കെ പറഞ്ഞ് ഹരിയോട് സംസാരിക്കുകയാണ് രോഹിത്. അപ്പോൾ ഹരി പറയുന്നത്, ഓക്കെ, നീ പറഞ്ഞ പക്ക ഡീസൻ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ പെണ്ണിൻ്റെ വിരലിൽ ഈ മോതിരം ഞാൻ ഇന്ന് രാത്രി ഇട്ട് കൊടുത്തിരിക്കുമെന്ന് പറയാട്ടോ ഹരി. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും രാത്രി ഡിന്നർ കഴിക്കുന്ന കേട്ടോ. അപ്പോൾ ഹരിയും ഉണ്ട് കൂടെ, ബാലചന്ദ്രനും വൈജയന്തിയും അതുപോലെ മക്കൾ 3 പേരും ഉണ്ട്. അലീന ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ചപ്പാത്തി എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുകയാണ് വൈജേട്ടോ. എന്നിട്ട് അലീന ചിക്കൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ അലീന അപ്പുറത്ത് പോയിട്ട് ചിക്കൻ കറി എടുത്തുകൊണ്ട് ഒന്ന് കൊടുക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, ഈ എക്സ്ട്രാ ചപ്പാത്തി കുറയ്ക്കണം കേട്ടോ വൈജയ്, കാരണം തടി ഇത്തിരി കൂടുന്നുണ്ട് എന്ന് പറയാട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ശരിയാ ആൻറ്റി ഒരു 10 വർഷം മുന്നേ എന്നാ സുന്ദരിയായിരുന്നു, ഇപ്പോൾ ആകെ തടിച്ചു പോയല്ലോ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, തടി കുറയ്ക്കണമെന്നുണ്ട്, അതിന് ഞാനൊരു ഒറ്റമൂലി തപ്പിക്കൊണ്ടിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ കളിയാക്കാട്ടോ, ഒറ്റമൂലി തപ്പിക്കൊണ്ടിരിക്കുന്നു, അല്ലാതെ എക്സസൈസ് ചെയ്യാൻ വയ്യ, ഒന്നും വേണ്ട, മുറ്റത്തൊന്ന് നടന്നാൽ മതി, അതും ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ അവളിങ്ങനെ കളിയാക്കാട്ടോ. ഒരു ഒറ്റമൂലി തപ്പിക്കൊണ്ടിരിക്കുകയാണ്, വൈറ്റമിൻ ടാബ്ലറ്റ്സ് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഒറ്റമൂലി എന്ന് പറയാട്ടോ. എന്നിട്ട് ഇത് കേട്ടിട്ട് കൃഷ്ണ ചിരിക്കുകയാണ്. കൃഷ്ണ ചിരിക്കുമ്പോൾ എന്താണ് ഇത്രയ്ക്ക് വിളിക്കാൻ എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന അച്ഛനും കൊള്ളാം എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അത്രയ്ക്കൊന്നുമല്ല, 1-2 കിലോ ഒക്കെ ഞാൻ കൂടുതലുള്ളൂ, അതെനിക്ക് കുറയ്ക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. ഇതൊക്കെ കേട്ടോ ഒരു ചെറു ചിരിയോടെ നിൽക്കേട്ടോ അലീന. അപ്പോൾ വൈജ വീണ്ടും ചോദിക്കുന്നുണ്ട്, എടി സാലഡ് ഇല്ലേന്ന് ചോദിക്കാട്ടോ. അപ്പം സാലഡ് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഹരിയോട് ചോദിക്കുന്നുണ്ട്, എടാ ഹരി, എന്തൊക്കെയുണ്ട് നിൻ്റെ അച്ഛൻ്റെ വിശേഷങ്ങൾ, അച്ഛൻ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അച്ഛൻ എന്താ വിശേഷം, അച്ഛൻ അവിടെ ഭയങ്കര സുഖമല്ലേ എന്ന് പറയാട്ടോ ഹരി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാ, ഭയങ്കര സുഖം, വെറുതെ ഇരുന്ന് അങ്ങോട്ട് ജോലി ചെയ്താൽ പോരെ എന്ന് പറയാട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, വെറുതെ ഒന്ന് ജോലി ചെയ്താൽ മതിയെന്നോ? ബാലചന്ദ്രൻ എന്ത് പൊട്ടത്തരായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ വാക്കാണ് ഞാൻ പറഞ്ഞത്, അച്ഛന് വെറുതെ ഇരുന്ന് ജോലി ചെയ്താൽ മതി, കാശ് മക്കൾക്ക് ചിലവാക്കിയാൽ മതിയല്ലോ, അതിനല്ലേ ഇത്രയും ബുദ്ധിമുട്ടുള്ളത്. പിന്നെ ചില മക്കളുണ്ട് അച്ഛന് വെറുതെ കഠിനാധ്വാനം ചെയ്യില്ലേ, അല്ലാതെ വേറെ അച്ഛനും ഒരു കുഴപ്പമില്ല, നമ്മൾ ഈ കാശൊക്കെ ഇങ്ങനെ ചിലവാക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ ചിന്തിക്കുന്ന മക്കളും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ ചിരിക്കാട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ചിരിക്കാതെടി, അച്ഛൻ നമുക്കിട്ടാ താങ്ങിയത് എന്ന് പറയാട്ടോ.
ആ സമയത്ത് ഹരി അങ്കിളെ ഞാൻ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ട് എഴുന്നേറ്റ് പോയി കൈ കഴുകുക കേട്ടോ. അപ്പോൾ അലീന എന്തോ ഓർത്തൊന്ന പോലെ അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈജ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അലീനയെ. പിന്നീട് കാണിക്കുന്നത് രോഹിത്തല്ല ഹരി ഇങ്ങനെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരിക കേട്ടോ. എന്നിട്ട് വന്നിട്ട് അലീനയുടെ ബാഗിലേക്ക് അവൻ കൊണ്ടുവന്ന മോതിരം വെക്കുക കേട്ടോ. സ്വർണ്ണ മോതിരം ബാഗിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ സുഖമായി ഉറങ്ങിക്കോ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷനൊക്കെ കാണിച്ച് പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത് ഇങ്ങനെ ഹരിയെ നോക്കി ഇങ്ങനെ നിൽക്കട്ടോ. ആ സമയത്ത് ഹരി കയറി വരുന്നുണ്ട്. നീ ഇത് ഇത്രയും നേരം എവിടെയായിരുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഞാൻ ആ കിച്ചൻ്റെ പുറകിലുണ്ടായിരുന്നു. നിനക്കെന്താ അവിടെ കാര്യമെന്ന് ചോദിക്കട്ടോ. അലീനയോട് രാത്രി സമയം പറയണ്ടേ എന്തിനെന്ന് ചോദിക്കട്ടോ. നീ അങ്ങോട്ടേക്ക് മാറി നീ താഴെയുള്ളവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്. ഒന്നുകിൽ രാത്രി അവൾ കതകിൻ്റെ കുറ്റി തുറന്നിടും, അല്ലെങ്കിൽ അവൾ ഹോളിലേക്ക് വരും. അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണ്ടേ, സമയമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അതിനവൾ സമ്മതിച്ച് അവൾ വരുമെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അവൾ സമ്മതിക്കാതെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കുമോ? ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരി അവിടെ പോയിരിക്കട്ടോ. എന്നാൽ പറയാന്ന് പറയട്ടോ. കൊല്ലപ്പള്ളിയിലായിരുന്ന സമയത്തെ ഞാൻ അവളെ മെരുക്കിയതാണ്. ആദ്യം ഇച്ചിരി ഉന്തും തള്ളും മാന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 500ൻ്റെ നോട്ട് അങ്ങോട്ട് വീശിയപ്പോൾ അവൾ അതിലങ്ങോട്ട് വീണു. ഇപ്പം ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാൽച്ചുവട്ടിൽ വരും അവൾ എന്ന് പറയട്ടോ. അപ്പോൾ നീ കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നടന്ന് എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് രോഹിത് ചെല്ലുമ്പോൾ ഒന്ന് പോടായിരുന്നു, എന്തൊക്കെ അറിയണം അവനെ എന്ന് പറയട്ടോ. എനിക്ക് തോന്നുന്നില്ല അവൾ വരുന്നു, നീ വെറുതെ തള്ളി മറിക്കുന്നതാണ് എന്ന് പറയട്ടോ രോഹിത്. അപ്പോൾ രോഹിത് അത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പുറകെ ചെന്ന് ഹരി പറയുന്നുണ്ട്, നീയേ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു, അവൾ എൻ്റെ അടുത്തോട്ട് വരുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയട്ടോ. ഉള്ളതാണോടാന്ന് ചോദിക്കുക രോഹിത്. പിന്നെ ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അകത്ത് റൂമിൽ പോയിരിക്കട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, രാത്രിയിൽ ആരെങ്കിലുമൊക്കെ കാണുമോ എന്നുള്ളൊരു പേടി അവൾക്കുണ്ട്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ രോഹിത് അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുവിടാൻ നിനക്ക് എന്ന് ചോദിക്കുക കേട്ടോ. അത് പറ്റില്ല, ഈ മുത്തശ്ശിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ഞെട്ടും, അപ്പോൾ അവളെ വിളിക്കും, അതുകൊണ്ട് അവൾ ഇങ്ങോട്ടൊന്നും വരില്ല. അവിടെ ആകുമ്പോൾ ഇങ്ങോട്ടൊക്കെ കയറി വരുന്നത് ആരെങ്കിലും കണ്ടാൽ എന്തിനിങ്ങോട്ട് വന്നു എന്നുള്ളൊരു ചോദ്യം വരില്ലേ. താഴെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തടി തപ്പാലോ, വെള്ളം എടുക്കാൻ വന്നെന്നോ അല്ലെങ്കിൽ പാത്രം തട്ടി വീഴുന്ന ശബ്ദം കേട്ട് വന്നെന്നോ എന്തെങ്കിലുമൊക്കെ പറയാലോ. ഇവിടെ വെച്ചാകുമ്പോൾ എന്ത് പറഞ്ഞ് തടി തപ്പം, അതാകെ പ്രശ്നമാവില്ലേ എന്നൊക്കെ പറയാണ് ഹരി. നീ ഇതൊക്കെ എങ്ങനെ ഇത്ര ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കാട്ടോ ഹരി. അപ്പോൾ അതൊക്കെ ഒരു നാക്കാണടാ, ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് ഹരി രോഹിത്തിനോടും. എടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനൊന്ന് താഴെ പോയി നോക്കിയിട്ട് വരാം, എല്ലാവരും കിടന്നു എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി മെല്ലെ പമ്മി താഴേക്ക് പോവാണ്. ആകെ അക്ഷമനായിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ രോഹിത്ത്. പിന്നീട് കാണിക്കുന്നത് ഹരി ഇങ്ങനെ മെല്ലെ കതക് തുറന്ന് ചെല്ലാട്ടോ മുത്തശ്ശിയുടെ റൂമിലേക്ക്. മുത്തശ്ശി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അലീന കിടക്കാനുള്ള സെറ്റപ്പ് ചെയ്യായിരുന്നു കേട്ടോ. താഴെ ബെഡൊക്കെ വിരിച്ചിട്ട് കിടക്കാൻ നോക്കിയായിരുന്നു. പെട്ടെന്ന് പതുക്കെ ഇങ്ങനെ അവളുടെ പുറകിൽ വന്ന് നിൽക്കാട്ടോ. അപ്പോൾ ആരോ വന്നെന്ന് അലീനക്ക് തോന്നുകയാണ്. അലീന പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹരിയെ കണ്ട് ഞെട്ടുകയാണ്. എന്താ ഇങ്ങനെ പുറകെ പമ്മി വന്ന് നിൽക്കുന്ന ആളെ പേടിപ്പിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ നീ പേടിച്ചു പോയെന്ന് ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല എന്ന് അലീന പറയാട്ടോ. അതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അലീന. അതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം, ഞാനേ ഇവിടെ എന്ത് കാര്യങ്ങളും ഞാൻ തീരുമാനിക്കും ഇവിടെ എന്ത് നടക്കണോ എന്നുള്ളത്. അപ്പോൾ നിന്നെ നാളെ ഇവിടെ നിന്ന് പുറത്താക്കാനും എനിക്ക് പറ്റും എന്നൊക്കെ പറയട്ടോ. ഞാൻ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കും എന്ന് പറയാണ് ഹരി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കും, അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട, പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുക കേട്ടോ. സ്വയം മനസ്സങ്ങനെ നന്നാക്കിയാൽ മതി എന്ന് പറയാണ് ഹരിയോട്. ആ സമയത്ത് പെട്ടെന്ന് മുത്തശ്ശി ഉണരുക കേട്ടോ. മുത്തശ്ശി ഉണർന്നിട്ട് ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് മയങ്ങിപ്പോയി എന്ന് പറയണം. പെട്ടെന്ന് ഹരിയെ കണ്ടിട്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അതെ ഞാൻ മുത്തശ്ശി നാളെ രാവിലെ എനിക്കൊരു ലെമൺ ടീ വേണമെന്ന് അലീനയോട് പറയാൻ വന്നതാണ്, ഈ നാരങ്ങയിട്ട ചായേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ അതല്ലല്ലോ അവളോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഹരി ചെന്നിട്ട് പറയാണ്, വയസ്സായി പോയെങ്കിലും ചെവിക്ക് നല്ല കേൾവിശക്തിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ നല്ല കേൾവിശക്തിയാണ്, നീ പോവാൻ നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ഹരി അവിടെ നിന്ന് പോകുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ആ കഥ കടച്ച് കുറ്റിയിട്ടേക്ക് എന്ന് പറയണേ. അങ്ങനെ അലീനയെ ഒന്ന് നോക്കിയതിന് ശേഷം ഹരി പുറത്തേക്ക് ഇറങ്ങാട്ടോ. പുറത്തേക്ക് ഇറങ്ങി നേരെ ചെന്ന് എത്തുന്നത് വൈജയന്തിയുടെ മുന്നിലേക്കാണ്. വൈജ അവനെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയനെ നേരിടാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് തല താഴ്ത്തിക്കൊണ്ട് ഹരി മുകളിലേക്ക് കയറി പോകും. ആകെ ടെൻഷൻ അടിച്ച് ഛേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രോഹിത്തിൻ്റെ അടുത്തേക്ക് ഹരി ചെല്ലുന്നത് കേട്ടോ. എന്നാ പറ്റിയെന്ന് ചോദിക്കുകയാണ്. താഴെ ആരും ഉറങ്ങിയിട്ടില്ലടാ, പക്ഷേ ഇവിടെ ഉണ്ടായ സംഭവം ഒന്നും പറയുന്നില്ല കേട്ടോ. താഴെ ആരും ഉറങ്ങിയിട്ടില്ലടാ എന്ന് പറയാം.
ആ സമയത്ത് വൈജയന്തി അലീനയെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് അലീനയും ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുകയാണ്, അവൻ എന്നാത്തിനടി വന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല എന്ന് പറയാട്ടോ അലീന. അവൻ ഇവിടെ സംസാരിക്കുന്നത് കേട്ടല്ലോ എന്ന് പറയണേ. ആ സമയത്ത് മുത്തശ്ശി വൈജയ് അവൻ്റെ ആളത്ര ശരിയല്ല കേട്ടോ, അവനൊന്ന് സൂക്ഷിക്കണം എന്ന് പറയാട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, വീട്ടിലെ ശരിയല്ലാത്ത പെണ്ണുങ്ങൾ നിന്ന് കഴിഞ്ഞാലേ ആണുങ്ങളും ശരിയല്ലാതായി മാറും, ആണുങ്ങളും കേടായി പോകും എന്ന് പറയണം. മുത്തശ്ശി പിന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, കഥ കടച്ച് കിടക്കാൻ നോക്കടി എന്ന് പറയണം. അലീന കഥ കടക്കുകയാണ്. സംശയിച്ച് നിൽക്കുന്ന വൈജയും അലീനയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു.